ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനമാകുന്ന യേശുവിനെ ശ്രവിക്കാൻ സാധിക്കുന്ന ഈ നല്ല സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവായ ദൈവമേ, വചനമാകുന്ന യേശുവിലൂടെ ഞങ്ങളുടെ അടുത്ത് അങ്ങ് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് യേശു ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിത്യസഹായകനായ പരിശുദ്ധാത്മാവും വന്നു കഴിയുമ്പോൾ ഞങ്ങൾ യേശുവിനെ പറ്റി ലോകം മുഴുവനും പ്രഘോഷിക്കുവാൻ പ്രാപ്തരാകുമെന്ന് ഇന്ന് ഞങ്ങൾക്ക് ഈ വചനത്തിലൂടെ ലോകത്തോട് യേശുവാണ് ഏകരക്ഷകനെന്ന് അഭിമാനപൂർവ്വം ഏറ്റുപറയാൻ വേണ്ട ആ വലിയ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അപ്പം നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മളിത് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇന്ന് വചനം എടുക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തനം 18:9. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിശ്ചയിച്ചിട്ടുള്ള ആളുകളെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്. അത് ദൈവത്തിന് അവരവസാനം മഹത്വം കൊടുക്കേണ്ടി വരും. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ എല്ലാവരാലും പരിഹസിക്കപ്പെട്ടും എല്ലാവരാലും താഴെയപ്പെട്ടും ഒരുപക്ഷെ അല്ലേ, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമുക്ക് രക്തസാക്ഷികളൊക്കെ ഉണ്ടായത്. സ്തെഫാനോസ് മുതൽ അങ്ങനെയാണ് ഉണ്ടായത്. എങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ദൈവത്തോട് യാചിക്കാൻ പറ്റും. ദൈവമേ, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല, അവരോട് ക്ഷമിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. സ്തെഫാനോസും എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പം നമ്മൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവവചനം നമ്മിലൂടെ ആരോടെല്ലാം പ്രഘോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കെല്ലാം വചനം എത്തുന്നത് വരെ നമ്മളെ ദൈവം വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കും. ഒപ്പം തന്നെ നമുക്ക് ധൈര്യം തരും. നമ്മൾ ധൈര്യത്തോടു കൂടിയാണ് യേശുവിനെ പ്രഘോഷിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഞാനല്ല, എന്നിലുള്ള കൃപയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന്. നമ്മളല്ല, നമ്മളിലുള്ള കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണിത് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ പോലും പിശാചിന് നമ്മുടെ ജീവിതത്തിൽ വരാൻ അവസരം കൊടുക്കരുത്. ഏത് കാര്യത്തിനും നമ്മൾ മനസ്സിലാക്കണം, എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്, നമ്മളല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ ഉറപ്പുള്ള ആ ഒരു സംരക്ഷണം യാചിച്ചുകൊണ്ട് നമുക്ക് തുടർന്നും ദൈവത്തെ പ്രഘോഷിക്കാൻ സാധിക്കട്ടെ. ആമേൻ.